എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ 3-ാമത്തെ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എളുപ്പം ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനീസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എ മൾട്ടിനാഷണൽ കമ്പനി ഈസ് ദ കമ്പനി വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ മെനി കൺട്രി. പല രാജ്യങ്ങളിലായി അവരുടെ പ്രവർത്തനം നടത്തുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണ് മൾട്ടിനാഷണൽ കമ്പനി. വളരെ നിസ്സാരമായ വാക്ക്. MNC എന്നതിന് ഷോർട്ട് ഫോം പറയും. മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനി ഹാസ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ വൺ കൺട്രി. ഒരു രാജ്യത്ത് അതിൻ്റെ തലസ്ഥാനവും ബട്ട് സ്പ്രെഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അവരുടെ ഓപ്പറേഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഇറ്റ്സ് ഓൺസ് ആൻഡ് കൺട്രോൾ പ്രൊഡക്ഷൻ ഇൻ മോർ ദാൻ എ നേഷൻ. ഒരു രാജ്യത്തിന് മുകളിൽ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. ഒരു രാജ്യത്ത് അവരുടെ കമ്പനി സെറ്റപ്പ് ചെയ്യും, പല രാജ്യങ്ങളിലായിട്ട് അവർ ഓപ്പറേഷൻ നടത്തും. MNC സെറ്റപ്പ് ഇറ്റ്സ് ഓഫീസ് ആൻഡ് ഫാക്ടറീസ് ഫോർ പ്രൊഡക്ഷൻ ഇൻ റീജിയൻസ് വെയർ ദേ ക്യാൻ ഗെറ്റ് ചീപ്പ് ലേബർ ആൻഡ് അതർ റിസോഴ്സസ്. എവിടെല്ലാം വില കുറഞ്ഞ രീതിയിൽ ആളുകളെയോ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവരവരുടേതായ രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യും. ദേ ഓപ്പറേറ്റ് ഓൺ എ വെരി ലാർജ് സ്കെയിൽ ആൻഡ് ഹാവ് വെരി വൈഡ് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെറിയ തുകയ്ക്കൊന്നുമല്ല. 5,000, 10,000, 50,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരിക്കും. അതായത് അത്രമാത്രം ഫ്ലറിഷ്ഡ് ആയിരിക്കും അവരുടെ. ആൻഡ് വൈഡ് നെറ്റ്വർക്ക്. അവരുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഉണ്ട്. ദ യൂസ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഡീൽ വിത്ത് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഏത് ലേറ്റസ്റ്റ് ടെക്നോളജി എവിടെ കിട്ടുമോ അവിടെ അവരത് അപ്ലൈ ചെയ്യും. ആ രാജ്യത്ത് അവരത് ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡീൽ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. എന്ത് കാര്യത്തെക്കുറിച്ച് അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യണമോ ആ കാര്യത്തെക്കുറിച്ച് അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ദ ഡിസൈൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ടു സ്യൂട്ട് ദ നീഡ് ഓഫ് ദ വേൾഡ് മാർക്കറ്റ്. ആ കാലഘട്ടത്തിലെ വേൾഡ് മാർക്കറ്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവരെപ്പോഴും ചെയ്യുന്നത്. The term multinational consists of two different words, multi and national. Multi means many. രണ്ട് വാക്കുകളാണ് മൾട്ടിനാഷണൽ എന്നുള്ള വാക്കിനകത്തുള്ളത്. ഒന്ന് മൾട്ടി എന്ന് പറഞ്ഞാൽ മെനി എന്നർത്ഥം, ഒരുപാട് എന്നർത്ഥം. The term national means countries, രാജ്യങ്ങൾ. മെനി രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ. മെനി countries, പല രാജ്യങ്ങൾ. ഉദാഹരണം, USA പെപ്സിയും കൊക്കക്കോളയും. അവിടെയാണ് അതിൻ്റെ മെയിൻ ഓഫീസ്. പക്ഷേ നമ്മുടെ നാട്ടിലും അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. പ്ലാച്ചിമട കൊക്കക്കോള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബ്രൂക്ക് ബോണ്ട്, ലിപ്റ്റൺ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരുകൾ ഞാൻ വായിച്ചു. യൂണിലിവർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാഡ്ബറി, അതൊക്കെ UK ബേസ്ഡ് ആണ്. അടുത്തത് ജപ്പാൻ, സോണി, സുസുക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഇന്ത്യയുടെ നിങ്ങൾക്കറിയാം ഇൻഫോ, വിപ്രോ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീലൊക്കെ ഇന്ത്യൻ ബേസ്ഡ് ആണ്. പക്ഷേ ലോകം മുഴുവൻ ഒരു ഫ്ലറിഷ്ഡ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ നമുക്ക് നോക്കിയേക്കാം. ഒന്ന്, ഇന്റർനാഷണൽ ഓപ്പറേഷൻ. മൾട്ടിനാഷണൽ കമ്പനി ഓപ്പറേറ്റ്സ് ഗ്ലോബലി. The parent company produce and sell its products and services through its subsidiaries established in other countries. They operate their business on large scale. ഇത് വളരെ വലിയ ഒരു സ്ഥാപനമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യും. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റു രാജ്യത്ത് സെല്ല് ചെയ്യുകയും ചെയ്യും. ആ രാജ്യങ്ങളിലെല്ലാം അവരുടേതായ സബ്സിഡിയറി യൂണിറ്റ്സ് കാണും. വലിയ പണം മുടക്കിയാണ് അവരത് ചെയ്യുന്നത്. ഇനി gigantic size. The most important feature of a multinational company is its gigantic size. Their assets and sales are always billions of dollars, and they also make supernormal profit. Sometimes their turnover exceeds the GDP of a developing country. അപാരമായ പണമാണ് അവർക്ക് ലാഭമായും ചിലവായുമുള്ളത്. അവർക്ക് ആസ്തിയായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോടിക്കണക്കിന് ഡോളറുണ്ട്. അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ GDP കൂടുതലായിരിക്കും. അത്രമാത്രം വലിയ
സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കമ്പനിയാണ് MNC. Centralized control. The branches of multinational companies spread all over the world and are controlled and managed from the headquarters situated in the home country. All branches operate within the policy framework formed by headquarters. However, there is no interference in the day-to-day operations. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ മറ്റൊന്ന്, നിയന്ത്രിക്കുന്നത് ഹോം കൺട്രി ആയിരിക്കും. പല രാജ്യങ്ങളിൽ ഇതിന് ഓപ്പറേഷൻസ് ഉണ്ട് എങ്കിലും നിയന്ത്രിക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും, യാതൊരു മാറ്റവുമില്ല. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്ന പോളിസിക്ക് അനുസരിച്ചായിരിക്കും ഭരിക്കുന്നത്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഈ ഹോം കൺട്രി അല്ലെങ്കിൽ മെയിൻ ഓഫീസ് ഇടപെടത്തുമില്ല, അവരവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുമുണ്ട്. അടുത്തതിലേക്ക്, advanced technology. MNC possesses latest and advanced technology. They are able to conform to international standard and quality specialization. It enables them to provide world-class products and services. എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഏത് രാജ്യത്ത് നിന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി കിട്ടിയത് അവർക്ക് അവിടെ അവൈലബിളാണ്, കാരണം അവരുടെ ഫാക്ടറി അവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. They are characterized by having highly sophisticated research and development department engaged in the task of developing new products, new designs, etc. Qualitative research requires huge investment which only global enterprises can afford. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഓരോ കാര്യത്തിൽ അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രൊഡക്ഷനിലും അവരുടെ ഡിസ്ട്രിബ്യൂഷനിലും അവരുടെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കാരണം അതിനുവേണ്ടി അവരൊരു വിങ്ങിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യമില്ലാതെ അവർ അതിനുവേണ്ടി ഒരു വിങ്ങിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിങ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, അവരെപ്പോഴും അതിനുവേണ്ടി തയ്യാറെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ വലിയ കമ്പനികൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം അവർക്ക് അതിനുവേണ്ടി ഫണ്ട് മുടക്കാനായിട്ട് അവരുടെ കയ്യിൽ അതുപോലെ ആസ്തി ഉണ്ട്, സാമ്പത്തികമായ ഭദ്രത അവർക്ക് ഉണ്ട്. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. ദേ ആർ ഇൻ എ പൊസിഷൻ ടു റേസ് huge fund from different sources. They can issue equity shares, debentures or bond to public. Because of their financial strength, they are in a position to raise fund from international business too. അവർക്ക് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് ഉണ്ട്. എന്താണ്, ഭയങ്കരമായ ക്യാപിറ്റൽ അവർക്കുണ്ട്. പല സ്ഥലങ്ങളിൽ അവർക്ക് ഷെയർ കൊടുത്തും ഡിബഞ്ചർ കൊടുത്തും ബോണ്ട് കൊടുത്തും അവർക്ക് പൈസ റേസ് ചെയ്യും. കാരണം അവർ റെപ്യൂട്ടഡ് കമ്പനിയാണ്. ആരോട് ചോദിച്ചാൽ അവർക്ക് അവർ പൈസ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെപ്യൂട്ടേഷൻ അവരെ നിലനിർത്താനായിട്ട് സാധിക്കും. അവർക്ക് വലിയ ബിസിനസ് സ്ഥാപനമായിട്ട് വളർന്ന് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് ക്യാപിറ്റൽ സംഘടിപ്പിക്കാം. അവർ ഇൻ്റർനാഷണൽ ഓപ്പറേഷനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇന്ത്യയിൽ, ജപ്പാനിൽ നിന്നാണ് ജപ്പാനിൽ, അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ, ലണ്ടനിൽ നിന്നാണ് ലണ്ടനിൽ, അവിടെ നിന്ന് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. മാർക്കറ്റിൻ്റെ അതിർത്തി വിശാലപ്പെടുത്തും. Their operation and activities extend beyond the physical boundaries of their own country. അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ ബൗണ്ടറി നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. Their international image also build up and their market territory and enabling them to become international brand. അവർക്ക് ഏത് രാജ്യത്ത് പോയും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽസ് ചെയ്യുകയും ചെയ്യാം. അവർക്ക് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നുമില്ല. ഏത് രാജ്യമാണോ നല്ലതെന്ന് അവർക്ക് തോന്നുന്നു അവിടെ പോയി അവർ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആ സാധനം ഇഷ്യൂ ചെയ്യും. ഒരു തടസ്സമില്ലാതെ അതിൻ്റെ ലാഭം അവരുടെ ഹോം കൺട്രിയിലോട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് MNCയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, അവരുടെ ഹോം കൺട്രിയിലായിരിക്കും അവരുടെ എല്ലാവിധമായ ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റവും ഓഫീസ് കൺട്രോളിങ്ങും എല്ലാം വരുന്നത്. അവരുടെ ബിസിനസ് ഓപ്പറേഷൻ മാത്രമായിരിക്കും ഓരോ രാജ്യങ്ങൾ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. ജനറലി MNC സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ഹ്യൂജ് എമൗണ്ട് ആൻഡ് അറ്റ് എ ലാർജ് സ്കെയിൽ. ദേ കിൽ ഇൻഡിജീനിയസ് കോർപ്പറേഷൻസ് ത്രൂ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ലൈക്ക് patent, superior technology, etc., and race to monopoly and concentration of economic power in host countries. വളരെ ചെറിയ കണ്ടുപിടുത്തങ്ങളുമായി അല്ലെങ്കിൽ ചെറിയ സാങ്കേതിക വിദ്യകളുമായി ഓരോ രാജ്യത്തും ചില ബിസിനസ്സൊക്കെ ഉണ്ടാവും. ആ ബിസിനസ്സിനെല്ലാം മറിച്ചുകൊണ്ടാണ് ഈ സംരംഭം അവിടെ ചെന്നിട്ട് വലിയ രീതിയിൽ പണം മുടക്കി വലിയ രീതിയിലുള്ള ബിസിനസ് നടത്തും. അപ്പം അവരുടേതായ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ മുഖാന്തരം ഈ ചെറിയ നമ്മുടെ സ്വന്തം ദേശത്തിലുള്ള രാജ്യങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഇല്ലാതായിപ്പോവും. അവരുടെ വലിയ സ്ഥാപനങ്ങൾ മാത്രം നിലനിൽക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാ വിജയാശംസകളും നേരുന്നു. വീണ്ടും ഇത് കേൾക്കാനും പഠിക്കാനും ഇടയാകട്ടെ. നന്ദി, നമസ്കാരം.